അതായത് ഇവിടെ ഏറ്റവും ഗൗരവമായി നമ്മൾ 1 മണിക്കൂർ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോഴും ഈ സർവേയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, ഇലക്ഷൻ കമ്മീഷനിലുള്ള വിശ്വാസത. 2019 ഈ സർവേയുടെ സമയത്ത് 78% വോട്ടർമാർക്കും ഇലക്ഷൻ കമ്മീഷനിൽ വിശ്വാസമുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ 2024 ആയപ്പോൾ ഈ രാജ്യത്തെ വോട്ടർമാരിൽ 42% പേർ മാത്രമേ ഇലക്ഷൻ കമ്മീഷനിൽ വരെ വിശ്വാസമുള്ളൂ. അതായത് ഇലക്ഷൻ കമ്മീഷനും അണ്ടർ ദി കൺട്രോൾ ഓഫ് ദി സെൻട്രൽ ഗവൺമെന്റ് ആണ്. ഏറ്റവും ഗൗരവമായിട്ടുള്ള സാഹചര്യം തന്നെയാണ്. ഭരണകക്ഷിക്ക് കൃത്രിമം കാട്ടാനാകുമെന്ന് 45% ഏറ്റവും ഗൗരവമായിട്ടുള്ള വിഷയം ഞാൻ പറഞ്ഞത്. ഈ തെരഞ്ഞെടുപ്പ് കൈകാര്യം ചെയ്യുന്ന ഗൗരവമായ വിഷയങ്ങളെ തെരഞ്ഞെടുപ്പ് ആരംഭിച്ചാൽ മുഖ്യധാരയിൽ നിന്നും മാറ്റാൻ വലിയ അജണ്ടയോടെ സംഘപരിവാർ രാഷ്ട്രീയം ഇറങ്ങിത്തിരിക്കും. അതുകൊണ്ടാണ് എല്ലാ ഇൻഡിവിജ്വൽ വിഷയങ്ങളിലും ഇവർ തോക്കുമ്പോഴും ഞങ്ങൾ പരീക്ഷ ജയിക്കും എന്ന് പറയുന്നത്. 27% പേർ വിലക്കയറ്റം, 23% പേർ തൊഴിലില്ലായ്മ, അതുപോലെ തന്നെ വികസനം, അഴിമതി, അങ്ങനെ 71% പേരും ഗവൺമെന്റിനെതിരെ പറയുന്നു. ആകെ 8% ഇവർ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന രാമക്ഷേത്ര അജണ്ടയ്ക്കുള്ളൂ. എന്നാൽ ഇവർ പറയുന്നു ഞങ്ങൾ ഭരിക്കും, ഞങ്ങൾ 3ാമതായി അധികാരത്തിൽ വരുമെന്നോ. എന്തൊക്കെയോ പ്രതീക്ഷിച്ചിട്ടുണ്ട്. 2019 ഫെബ്രുവരി മാസം 14 പുൽവാമ ആക്രമണം, അതിനെതിരെ ഗവർണറായിരുന്ന സത്യപാൽ മാലിക് പ്രതികരിച്ചു. ഇതുവരെ പ്രധാനമന്ത്രി ഒരക്ഷരം സത്യപാൽ മാലിക്കിന്റെ സത്യപ്രസ്താവനയ്ക്കെതിരെ പറഞ്ഞിട്ടില്ല. കേന്ദ്ര ഗവൺമെന്റും ഒരക്ഷരം ഉരിയാടിയിട്ടില്ല. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് മുന്നോട്ട് പോകുമ്പോഴും പല ഹിഡൻ അജണ്ടയുമായി സംഘപരിവാർ നേതൃത്വം കൊടുക്കുന്ന രാഷ്ട്രീയം ഇറങ്ങിത്തിരിക്കും. അതുകൊണ്ടാണ് വലിയ തരത്തിൽ തെരഞ്ഞെടുപ്പ് കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങളിൽ ചർച്ച ഉയർന്നു വരുമ്പോഴും ഞങ്ങൾക്ക് അതിലൊന്നും വിശ്വാസമില്ല, തെരഞ്ഞെടുപ്പ് ഞങ്ങൾ അന്തിമമായിട്ട് വിജയിക്കും എന്ന് പറയുന്നത്. പക്ഷെ ജനാധിപത്യത്തിൽ ജനങ്ങളാണ് പരമാധികാരി. കൃത്യമായി ഫ്രീ ആൻഡ് ഫെയർ തെരഞ്ഞെടുപ്പ് ഈ രാജ്യത്ത് നടന്നാൽ ബിജെപിയുടെ ഭരണം എന്നേക്കുമായി രാജ്യത്ത് അവസാനിക്കുമെന്നതിൽ യാതൊരു സംശയമില്ല. അതിനുവേണ്ടി ജനങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായി ഇരിക്കുന്നു. 29 കക്ഷികൾ ഒറ്റ മുന്നണിയായി ഭരിക്കുന്നു, മുന്നോട്ട് പോകുന്നു. 2019 ഈ സാഹചര്യങ്ങളൊന്നുമില്ല. പുതിയ സാഹചര്യം വരികയാണ്. ഇലക്ട്രൽ ബോണ്ട് ബിജെപിയുടെ മുഖം തകർത്തിരിക്കുകയാണ്. കാരണം അഴിമതിയുടെ കേന്ദ്രമായി ആ പാർട്ടി മാറിയതും നേതാക്കന്മാരെ വെളുപ്പിച്ചെടുക്കാൻ അവരുടെ എല്ലാ മുദ്രാവാക്യങ്ങളും അവർ മറന്നതും ബിജെപിയായി മാറിയാൽ വീട്ടിൽ കിടന്ന് ഉറങ്ങാമെന്ന് കോൺഗ്രസ് നേതാക്കന്മാർ അടക്കം പറയുന്നതും മിണ്ടാതിരുന്നോളണം അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ വരുമെന്ന് കേന്ദ്രമന്ത്രി തന്നെ പാർലമെന്റിൽ പറയുന്നതുമെല്ലാം ജനങ്ങൾ നന്നായി കേൾക്കുന്നുണ്ട്. ജനങ്ങൾ ഗൗരവത്തോടെ അത് കേൾക്കുന്നുണ്ട്. ശരി ക്ഷമ പറഞ്ഞോളൂ. എനിക്ക് പോയിന്റ് പറയാം. ഇന്ന് CIC സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷൻ പറഞ്ഞിരിക്കുക ഒരു ഓർഡർ ഉണ്ട്. ഇലക്ഷൻ കമ്മീഷനെ വിമർശിച്ചിട്ട് അവരോട് പറയാൻ നിങ്ങൾ ഒരു RTI ഇൻക്വയറി ഉണ്ട്, 1 കൊല്ലമായി അത് വന്നിട്ട് 2-3 പ്രാവശ്യം വന്നിട്ട് നിങ്ങൾ മറുപടി പറയുന്ന VVPAT മെഷീനെ ഈ EVM-നെ പറ്റിയിട്ട് VVPAT-നെ പറ്റിയിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി കൊടുക്കുന്നില്ല. ഇന്ന് സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷൻ വിമർശിച്ചതാണ്. അപ്പോൾ എന്തുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇങ്ങനത്തെ കളി കളിക്കുന്നത്? എങ്ങനെ ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വിശ്വസിക്കും? അതൊരു വലിയ അപകടത്തിലാണ് നമ്മളുള്ളത്. നമുക്ക് എങ്ങനെ അറിയാം ഇതൊരു ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ ആണ്? അതാണ് ഏറ്റവും വലിയ കാര്യം ഇപ്രാവശ്യം. അതാണ് എനിക്കുള്ള പേടി. രണ്ടാമത് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ പശ്ചിമ ബംഗാളിൽ ഇവര് മീഡിയനെ കൊണ്ട് ഉത്തരഭാരതത്തിൽ സന്ദേശ് കളി എന്ന് പറഞ്ഞിട്ട് കുറെ വിഷയം, അതായത് ഷെയ്ഖ് ഷാജഹാനെ പറ്റി പറഞ്ഞു. ആ ഷെയ്ഖ് ഷാജഹാൻ ഇപ്പൊ അറസ്റ്റ് ചെയ്തു. പക്ഷെ ബ്രിജ്ഭൂഷൺ ശരൺ സിംഗ് ഉണ്ട് ഇവിടെ. ഡൽഹി പോലീസ് അവരെ FIR റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുക ഇദ്ദേഹം മൊളസ്റ്റ് ചെയ്തിരിക്കുകയെന്ന്. ഗുസ്തി താരങ്ങൾ എന്ത് നടപടിയാണ് പ്രധാനമന്ത്രി എടുത്തത്? പ്രധാനമന്ത്രിയും BJP-കാരും സന്ദേശ് കളി ഭയങ്കരമായിരുന്നു. എല്ലാ മീഡിയ ചാനൽസ് ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ BJP-കാരൻ റെസ്ലിംഗ് ഫെഡറേഷന്റെ അധ്യക്ഷൻ ബ്രിജ്ഭൂഷൺ ശരൺ സിംഗിന്റെ മുകളിൽ നിങ്ങൾ എന്ത് നടപടി എടുത്തത്? എന്തുകൊണ്ട് നിങ്ങൾക്ക് സ്ത്രീകൾ ഒരു സ്ഥലത്തും പശ്ചിമ ബംഗാൾ ആകുമ്പോൾ വേറത് അവരെ പീഡിപ്പിച്ചു? പക്ഷെ ഗുസ്തി താരങ്ങൾ അവർ പ്രതിഷേധം 6 മാസം ചെയ്യുമ്പോൾ അവരെ പീഡിപ്പിച്ചില്ല. ബ്രിജ്ഭൂഷൺ ശരൺ സിംഗിന്റെ മുകളിൽ എന്തുകൊണ്ട് നടപടി എടുത്തിട്ടില്ല? ഇതാണ് നിങ്ങളെ ഡബിൾ ഗെയിം. ഈ ഡബിൾ ഗെയിം ഇന്ത്യയിലെ ജനങ്ങൾ, ഇന്ത്യയിലെ സ്ത്രീകൾ എല്ലാവർക്കും അറിയും. നമുക്ക് ഈ ഇലക്ഷൻ കമ്മീഷൻ നിങ്ങൾ എങ്ങനെയാണ് നമുക്ക് അറിയാവുന്നത്? അവര് ഫ്രീ ആയിട്ടും ഫെയർ ആയിട്ടും ഈ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് നമുക്കത് അറിയില്ല. ഇപ്പം അതാണ് വലിയ പ്രശ്നം. ഞങ്ങളല്ലേ ഇന്ന് ഈ ആരോപണം ഉന്നയിച്ചത്. CIC ആണ് പറയുന്നത് why have the election commission not replied to the RTI for last 1 year regarding the VVPAT as well as the EVM machine? അതിന്റെ മറുപടി പറയൂ. നിങ്ങളല്ലേ നിങ്ങളെ വീട്ടിന്റെ നിങ്ങളെ ഓഫീസിന്റെ ഉള്ളിലല്ലേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇവിടെ ഇരിക്കുന്ന? ഇപ്പം ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.